തൃത്താലയിലെ വിവാദങ്ങൾക്കിടെ സി.വി. ബാലചന്ദ്രനുമായി കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിന്റെ സമരസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ല എന്ന് വി.ടി. ബൽറാം പ്രതികരിച്ചു. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാണ്. ഞാനിപ്പോൾ എല്ലാവരെയും കണ്ടില്ലേ, ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു, അതുപോലെ ബൽറാം ഉണ്ടായിരുന്നു, അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ. അദ്ദേഹമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയമാണ്. ബൽറാം നിയമസഭയിലുണ്ടായിരുന്നു, ബാലചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കാലം എന്നുള്ള പരിചയമുണ്ട്. കാണും, സംസാരിക്കും. ഇപ്പോൾ ശ്രീകണ്ഠൻ്റെ കൂടെയില്ലേ, എല്ലാവരും ഉണ്ട്. പരിഹരിച്ച് ഐക്യത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കും. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. സാജിദ, ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഈ കൂടിക്കാഴ്ച ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമോ? അത്ര എളുപ്പത്തിൽ തൃത്താലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവിടെ തൃത്താല സീറ്റുമായി ബന്ധപ്പെട്ടാണ് സി.വി. ബാലചന്ദ്രന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം ഈ എത്രയോ വർഷങ്ങളായി തൃത്താല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. നേരത്തെ ഡി.സി.സി പ്രസിഡന്റ് ഉൾപ്പെടെ ആയതാണ്. പക്ഷെ തൃത്താല സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇത്തവണയും ഈ വി.ടി. ബൽറാമിന് തന്നെ സീറ്റ് നൽകാനാണ് സാധ്യത. കാരണം വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് എന്ന നിലയ്ക്ക് ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് പാലക്കാട് എത്തിയിരുന്ന കെ.പി.സി.സി പ്രസിഡന്റ് സി.വി. ബാലചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വി.ടി. ബൽറാം ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഈ സിപ്പ് ലൈനിന്റെ ഫോട്ടോ ഇട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് താൻ യാത്രകൾ നടത്താറുള്ളതാണ്, സ്ഥിരം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നതാണ്, അത് മികച്ച ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഉപാധിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വി.ടി. ബൽറാമും സി.വി. ബാലചന്ദ്രനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരമാവധി വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് കെ.പി.സി.സി നേതൃത്വം നടത്തുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.